ലേബർ കോഡ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനം കേന്ദ്ര സർക്കാരിനെ സമീപിക്കും. മന്ത്രി വി ശിവൻകുട്ടി വിളിച്ച ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗത്തിലാണ് തീരുമാനം. ലേബർ കോഡിനെതിരെ യോഗത്തിൽ പ്രമേയം പാസാക്കി. അതേസമയം കരട് വിജ്ഞാപനം ഇറങ്ങിയത് അറിഞ്ഞില്ലെന്ന AITUC വാദം തെറ്റെന്ന് തെളിയിക്കുന്ന രേഖകൾ മന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടു. സംസ്ഥാനത്ത് ലേബർ കോഡുമായി ബന്ധപ്പെട്ടുയർന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗം മന്ത്രി വി ശിവൻകുട്ടി വിളിച്ചു ചേർത്തത്. സംസ്ഥാനത്ത് ലേബർ കോഡ് നടപ്പിലാക്കരുതെന്ന് ട്രേഡ് യൂണിയനുകൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ലേബർ കോഡ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിയും ട്രേഡ് യൂണിയൻ നേതാക്കളും ചേർന്ന് കേന്ദ്ര സർക്കാരിനെ സമീപിക്കാനാണ് യോഗത്തിൽ തീരുമാനമെടുത്തത്. ലേബർ കോഡിനെതിരെ യോഗം പ്രമേയവും പാസാക്കി. അതിലെ എല്ലാ സംഘടനകളുടെയും ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് അതിൽ പങ്കെടുത്തത് മാത്രമല്ല AITUCയുടെ കേരള സ്റ്റേറ്റ് കൗൺസിൽ അതിൽ ഉള്ള ചില അഭിപ്രായങ്ങൾ തന്നിട്ടുണ്ട്. കോൺഗ്രസ് ആണെങ്കിൽ ഒരു INTC ആണെങ്കിൽ ഒരു സബ് കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അതിനിടെ സംസ്ഥാന സർക്കാർ ഇറക്കിയ കരട് വിജ്ഞാപനം കണ്ടില്ലെന്ന AITUC വാദം തെറ്റെന്ന് തെളിയിക്കുന്ന രേഖകൾ മന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടു. 2021 ഡിസംബർ 14 സർക്കാർ ലേബർ കോഡിൽ കരട് വിജ്ഞാപനം ഇറക്കിയത്. 2022 ജൂലൈയിൽ നടന്ന ലേബർ കോൺക്ലേവിൽ പ്രതിനിധികൾക്ക് കരട് വിജ്ഞാപനം നൽകിയതിന്റെ ചിത്രങ്ങളും പങ്കെടുത്തവർ ഒപ്പിട്ട മിനിറ്റ്സിന്റെ പകർപ്പുമാണ് മന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടത്. കോൺക്ലേവിൽ AITUC പ്രതിനിധിയായി പങ്കെടുത്തത് സംസ്ഥാന പ്രസിഡന്റ് ഉദയഭാനു ആണെന്നാണ് മിനിറ്റ്സിൽ ഉള്ളത്. മീഡിയ 1 തിരുവനന്തപുരം.